ചില ഡ്രസ്സിൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഈശോ ഗോതമ്പ് മണിയുടെ ഉപമയൊക്കെ പറയുന്ന ഒരു രംഗമാണ്. ചില ഡ്രസ്സിൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് അത്തിമരത്തെ ശപിക്കുന്ന ആ ഒരു സംഭവമാണ്. രണ്ടാം ഭാഗത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഈശോ ഏറ്റവും ഒടുവിലായിട്ട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുവിൻ, അപ്പോൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ തെറ്റുകളും നിങ്ങളോടും ക്ഷമിക്കുമെന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഈശോ പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു വിരോധമുണ്ടെങ്കിൽ, ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ അത് തീർത്തിട്ട് വേണം നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കാൻ എന്ന് പറയുകയാണ്. അതായത് പ്രാർത്ഥനയുടെ സമയത്ത് നമ്മുടെ ഉള്ളില് വൈരാഗ്യ ബുദ്ധി ഉണ്ടായിരിക്കരുത്. നമ്മളവരെ ഇന്നത്തെ വചനഭാഗം കേട്ട് കഴിയുമ്പോൾ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം, നമുക്ക് ആരോടെങ്കിലും ക്ഷമിക്കാനായിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. അതായത് നമ്മൾ ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളോട് ക്ഷമിക്കുകയില്ല എന്ന് യേശു കൃത്യമായിട്ട് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അത് അത്രമാത്രം സീരിയസ് ആയിട്ട് ദൈവസന്നിധിയിൽ എടുക്കപ്പെടും എന്നുള്ളതാണ്. നമ്മൾ ഒരാളോട് ദേഷ്യം വെച്ച് പുലർത്തുന്നത്, നമ്മൾ ഒരാളോട് ക്ഷമിക്കാത്തത് ദൈവസന്നിധിയിൽ അത്രയേറെ സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് ഇന്നത്തെ സുവിശേഷ വചനത്തിലൂടെ ഈശോ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നത്തെ വചനഭാഗം വായിച്ചു കഴിയുമ്പോൾ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം, നമുക്ക് ആരോടെങ്കിലും ക്ഷമിക്കാനായിട്ടുണ്ടോ? ഞാൻ അവരോട് ഒരുപാട് പരിശ്രമിച്ചിട്ട് എനിക്ക് ക്ഷമിക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ചു നോക്കാം. അവരോട് ക്ഷമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് ദൈവത്തിന്റെ സഹായം നമുക്ക് നേടാം. അങ്ങനെ മറ്റുള്ളവരോട് ക്ഷമിക്കാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്